റിബലാണോ സഖാവ് എന്ന ചോദ്യങ്ങൾ പലപ്പോഴും മാധ്യമപ്രവർത്തകർ ആ കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ ചോദിക്കുമായിരുന്നു. ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന വി.എസ്. അച്യുതാനന്ദൻ ഒരുപക്ഷെ മറ്റ് പല നേതാക്കന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സമാനതകളില്ലാത്ത പാർട്ടി നടപടിക്ക് വിധേയനായിട്ടുള്ള നേതാവ്. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട നേതാവ് കൂടിയാണ് വി.എസ്. അച്യുതാനന്ദൻ. അതായത് സമരം എന്ന് പറയുന്നത് ശക്തമായ നിലപാടുകൾ, എത്ര പ്രതിഷേധമുണ്ടായാലും അതുമായി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വി.എസ്. അച്യുതാനന്ദൻ എന്ന നേതാവിൻ്റെ മുഖമുദ്രയും ലേബലുമായി മലയാളി കൂട്ടിച്ചേർത്ത് വായിച്ചിരുന്ന കാലം. നൂറ്റിരണ്ടാം പിറന്നാളിലേക്ക് കടക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. 101 വയസ്സിൽ പോരാട്ടങ്ങൾ രാഗി മിനുക്കിയിട്ടുള്ള ആ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീണത് ഇന്ന് ഉച്ചയ്ക്ക് 3:20 അന്ത്യമുണ്ടായത്. കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി അന്ത്യയാത്രയിലേക്ക് കടക്കുന്ന വി.എസ്. അച്യുതാനന്ദൻ. ഒരു വ്യാഴവട്ടത്തോളം അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി.എസ്. നിറഞ്ഞു നിന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം വാർദ്ധക്യ സഹജമായ അവശതകളുമായിട്ട് അദ്ദേഹം വിഷമ ജീവിതത്തിലായിരുന്നു. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആരോഗ്യനില ഏത് തരത്തിലാണ് എന്ന് മലയാളി ഓരോ ദിവസവും ആലോചിച്ചുകൊണ്ടേയിരുന്ന ദിവസങ്ങളായിരുന്നു അതിനുശേഷമെല്ലാം കടന്നുപോയത്. പക്ഷേ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകാതെ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:20 അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദമാഷും എല്ലാം ഉച്ചകഴിഞ്ഞ് SUT ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ രാഷ്ട്രീയ കേരളം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്ത വരികയാണ് എന്നൊരു സൂചന പുറത്തേക്ക് വന്നു.